ഹായ്, എൻ്റെ പേര് ജാൻസി. ഞാൻ റീസെൻ്റായിട്ട് ഹാദ് എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് 5-നായിരുന്നു എക്സാം. എൻ്റെ ഒപ്പം അഡ്വഞ്ചറിൽ തന്നെ പഠിച്ച ആതിര എന്ന് പറഞ്ഞ കുട്ടിയും എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അവളും പാസ്സായി. എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കൊരു ആവറേജ് ആയിരുന്നു. 50-50 ചാൻസ് ആയിരുന്നു. എക്സാം പാസ്സാവുമെന്ന് പോലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതല്ല. ക്വസ്റ്റ്യൻസൊക്കെ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടാണ് എനിക്ക് ചില തോന്നിയത്. കാൽക്കുലേഷൻസ് ആണെങ്കിലും ഒരു 13-14 കാൽക്കുലേഷൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് തന്നെ ഞാൻ പഠിച്ചത്. ഡൗട്ടുള്ളതൊക്കെ ഫ്രണ്ട്സിനോട് ചോദിച്ചത് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പോലും ടൈം മാനേജ്മെൻറ്റ് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടിട്ട് തന്നെ എനിക്ക് ചിലതൊന്നും ചെയ്ത് നോക്കാൻ പറ്റാണ്ട് ഞാൻ ഓപ്ഷൻസ് വെറുതെ ചൂസ് ചെയ്തതുണ്ടായിരുന്നു. അപ്പം ടൈം മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും അത് നോക്കണം. അതുപോലെ കാൽക്കുലേഷൻസ് ചില ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ജസ്റ്റ് സെയിം കാൽക്കുലേഷൻസാണ് ചോദിക്കുന്നത്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വാല്യൂസൊക്കെ നോക്കി പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ശരിയായിരിക്കും, അത് ലക്ക ഓരോരുത്തർക്കും അതേ ദിവസത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ടൊക്കെ ആയിരിക്കും. പക്ഷേ അന്ന് എഴുതി ആതിരയോട് ചോദിച്ചപ്പോഴും ആതിരയും പറഞ്ഞതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസൊക്കെ ഭയങ്കര ഇതായിട്ടാണ് തോന്നി. അതേ ദിവസം വേറൊരു കുട്ടി എഴുതിയിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയോടും ചോദിച്ചപ്പം ഭയങ്കര ടഫാണെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്താ റിസൾട്ടെന്ന് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ലപോലെ ചെയ്ത് പഠിച്ച് നമ്മൾ കൂടുതലും എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ കൂടുതലും നമ്മൾ തിയറി പോർഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, കാൽക്കുലേഷൻസ് പിന്നെ നോക്കാം എന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്ത് കളയും. പക്ഷേ അങ്ങനെയല്ല, അതിനും നല്ലപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നല്ലപോലെ പഠിക്കണം. പിന്നെ ഞാൻ ഒരു 2 വീക്സ് മാത്രമേ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് നൈറ്റ് ആവും. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് പഠിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ ടൈം കണ്ടെത്തി എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ പഠിച്ചെടുത്തതാണ്. പിന്നെ എക്സാമിന് ഒരു 2 ഡേയ്സ് മുന്നേ ഞാൻ ആതിരയെ തന്നെ കോൺടാക്ട് ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓരോ ഫയൽസും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഠിച്ചപ്പോഴാണ് എനിക്കുണ്ടായിരുന്ന കുറേ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് എൻ്റെ ഒപ്പീനിയൻ പറയുകയാണ്, നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കുന്നതിനേക്കാൾ കൂടുതലും ഗ്രൂപ്പായിട്ട് ഒരാളാണെങ്കിൽ ഒരാൾ അങ്ങനെ ഡിസ്കസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ മനസ്സിലാവും, കുറേ ഓർമ്മ നിൽക്കും, എന്താ ഏതാണെന്നുള്ളത് പഠിക്കാൻ പറ്റും. അതുപോലെ മോസ്റ്റ് ലീസ്റ്റ് അതെല്ലാം നല്ലപോലെ ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻസ് നല്ലപോലെ വായിക്കണം. അപ്പം നമുക്കൊരു ഡൗട്ട് തോന്നുവാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല, ഡൗട്ട്ഫുൾ ആണെന്നുണ്ടെങ്കിൽ അത് അവിടെ കളഞ്ഞിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുക, ഫ്ലാഗ് ചെയ്തിട്ട്. അല്ലാതെ അത് തന്നെ വായിച്ചുകൊണ്ടിരിക്കുന്ന ടൈം പോകും. പിന്നെ സാറിൻ്റെ ഫയൽസൊക്കെ ഞാൻ നല്ലതുപോലെ ആദ്യം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ പേപ്പർ വർക്ക്സ് എല്ലാം ഭയങ്കര ഡിലേ ആയിരുന്നു. ക്രെഡൻഷ്യലൊക്കെ ഒരു 1 മന്തിന് മുകളിൽ എനിക്ക് ടൈം എടുത്തു. ഞാൻ ചോദിക്കുമ്പോഴൊക്കെ കൂടെയുള്ള ഫ്രണ്ട്സിനൊക്കെ 2-3 ഡേയ്സിനുള്ളിൽ ശരിയാവുന്നുണ്ട്, 1 വീക്സിനുള്ളിൽ ശരിയാവുന്നുണ്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ഡിലേ ആയിരുന്നു. എല്ലാ വർക്ക്സും ഭയങ്കര ഡിലേ ആയിരുന്നു. അപ്പം ഫുൾ നെഗറ്റീവ് അടിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെയും ഈ അഡ്വഞ്ചർ ടീമിലെ തന്നെ ഓരോരുത്തരുടെയും ഹാദെന്നല്ല ഏതൊരു എക്സാമും ക്ലിയർ ചെയ്തിട്ടുള്ളവരുടെ ഓരോ ഫോട്ടോസും അല്ലെങ്കിൽ റിവ്യൂസും കാണുമ്പം ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്തായാലും അഡ്വഞ്ചർ ടീമിലല്ലേ, ഞാനും പാസ്സാവും, ഒരു ദിവസം എൻ്റെയും ഫോട്ടോ ഇങ്ങനെ വരും എന്നൊക്കെ ഉള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. സാറിനും അതിന് പിന്നെ പ്രവർത്തിച്ച എല്ലാ മാഡംസിനും ബാക്കി എല്ലാ ടീം മെമ്പേഴ്സിനും ഞാൻ എൻ്റെ ബിഗ് താങ്ക്സ് അറിയിക്കുന്നു. അഡ്വഞ്ചർ ടീമിൽ ജോയിൻ ചെയ്തതുകൊണ്ട് തന്നെയാണ് ഞാൻ പാസ്സായത്. അതെനിക്ക് 100% കോൺഫിഡൻറ്റോട് പറയാൻ പറ്റും. ഇപ്പം എൻ്റെ ഫ്രണ്ട്സിനോടും ഞാൻ ഈ അഡ്വഞ്ചറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെയും ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് 1-2 പേര്. അപ്പം ഇനി എക്സാം പോകുന്ന ഫ്രണ്ട്സിനോട് പറയുക, നിങ്ങൾ നല്ലപോലെ വർക്ക് ചെയ്യണം. ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്നൊന്നും പ്രതീക്ഷിച്ച് പോകരുത്, സെയിം ക്വസ്റ്റ്യൻസ് തന്നെ വരുമെന്നൊന്നും പ്രതീക്ഷിച്ച് പോകരുത്. നമ്മുടെ ലക്ക് അയച്ചാൽ ചിലപ്പം അൺലക്കി ആയിട്ട് ഉള്ളവർക്കാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ഫെമിലിയർ ആയിരിക്കണമെന്നില്ല. അപ്പം നല്ലപോലെ വർക്ക് ചെയ്യുക, ഏതാ റീസൺസ് എന്നൊക്കെ പഠിച്ച് മനസ്സിലാക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിരിക്കും, പാസ്സാവാൻ പറ്റും. എനിക്ക് ഒരു 2 വീക്സിൽ കൊണ്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. പിന്നെ ടീമിലെ മാഡംസിനേക്കാളും കൂടുതൽ നമുക്ക് സപ്പോർട്ടായിട്ടുള്ളത് ആ ഗ്രൂപ്പിലെ ഫ്രണ്ട്സ് തന്നെയാണ്. ചില ഫ്രണ്ട്സിന് കാണും മാഡംസിൻ്റെ അടുത്തൊക്കെ ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ഫ്രീ അല്ലാത്തപ്പം റിപ്ലൈ തരണമെന്നൊന്നുമില്ല. ചിലപ്പോൾ അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഫ്രണ്ട്സാണ് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അവർക്ക് ഡൗട്ടോ തോന്നിയ ക്വസ്റ്റ്യൻസ് നമുക്ക് ഷെയർ ചെയ്യാറുണ്ട്, ഇതിങ്ങനെയാണ് വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എസ്പെഷ്യലി രാജ, മുജ്തബ, അവരെയൊക്കെ അവരൊക്കെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഡ്യൂട്ടിയിലാണെന്നുണ്ടെങ്കിലും പുറത്ത് എന്തെങ്കിലും ട്രാവലിലാണെങ്കിലും ഒക്കെ അവരെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ താങ്ക്ഫുള്ളാണ്. അപ്പം ഇനി എഴുതുന്നവർക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.